ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് കർത്താവ് നൽകി തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. പരിശുദ്ധാത്മാവ് സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു? മരുഭൂമിയെ ഉദ്യാനമാക്കുന്ന പരിശുദ്ധാത്മാവ്, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ വീണ്ടും ജനനത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന റോളിനെ കുറിച്ചൊക്കെ ഇന്നലത്തെ നമ്മുടെ സന്ദേശത്തിൽ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തി എങ്ങനെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ ദൈവത്തിൻ്റെ ആലയമായി മാറും, ദൈവത്തിൻ്റെ മന്ദിരമായി മാറും എന്നുള്ള വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന, ഒരുപക്ഷെ നമ്മൾ അധികമാരും ചിന്തിച്ചിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു വേദപുസ്തക സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ മാത്രമേ ആ വാക്യങ്ങളുടെ അർത്ഥവും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് സ്ഥാനം നൽകി എങ്ങനെ ഗൗരവത്തോടെ ദൈവത്തെ ആരാധിച്ച് മുൻപോട്ട് പോകണമെന്നുള്ള കാര്യങ്ങൾക്കകത്തെ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതിനായിട്ട് ഒന്ന് രണ്ട് വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലുള്ള വിശ്വാസികളോട് ഈ ഭാഗങ്ങൾ എഴുതി അവരെ പ്രബോധിപ്പിക്കുമ്പോൾ കൊരിന്ത് സഭയുടെ പശ്ചാത്തലം എന്താണെന്ന് നാം മനസ്സിലാക്കണം. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട് ഒരിക്കൽ ദൈവകൃപയിലേക്ക് വന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട പലരും ശരീരം കൊണ്ട് ദുർനടപ്പടക്കമുള്ള പാപങ്ങളിലേക്ക് തിരികെ പോയപ്പോൾ ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച വ്യക്തികൾ ഒരിക്കലും ആ ഒരു നിലയിലേക്ക് പോകാതെ നമ്മുടെ ശരീരം തന്നെയാണ് ദൈവത്തിൻ്റെ മന്ദിരമെന്നുള്ള തിരിച്ചറിവിൽ ഗൗരവത്തോടുകൂടെയുള്ള ആത്മീക ജീവിതം നയിക്കണമെന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ചുറ്റുപാടുകളിലേക്ക് നമ്മളൊന്ന് നോക്കുക. തന്നിഷ്ടക്കാരായി ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നവർ പോലും എങ്ങനെയും ജീവിച്ചു പോകുന്ന കാഴ്ചകളാണ്. ചിലർ ചിന്തിക്കുന്നത് എന്തു പാപം ചെയ്താലും ആ പാപം ദൈവം ക്ഷമിക്കുമെന്നും, ചിലർ ചിന്തിക്കുന്നത് എങ്ങനെയും ജീവിച്ചു പോകാമെന്നും, എന്ത് തെറ്റ് ചെയ്താലും ദൈവം സ്നേഹവാനായതുകൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് മുന്നോട്ട് പോകാമെന്നും, എങ്ങനെ ഭൂമിയിൽ ജീവിച്ചിട്ടും സ്വർഗത്തിലേക്ക് പോകാമെന്നും ഒക്കെയുള്ള മിഥ്യാധാരണകൾ വെച്ച് പുലർത്തി പോകുന്നവരുണ്ട്. അവർക്കുള്ള സന്ദേശമാണ് ഈ സന്ദേശം. നമ്മൾ മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നു, ആ വ്യക്തിക്ക് വീണ്ടും ജനനം ഉണ്ടാകുന്നു. അത് നാം ഇന്നലെ ചിന്തിച്ചതാണ്. വീണ്ടും ജനനമുണ്ടായ വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതെ അധിവാസം ചെയ്ത് വസിച്ച് ആ വ്യക്തി ദൈവത്തിൻ്റെ മന്ദിരമായി മാറുകയാണ്, ദൈവത്തിൻ്റെ ആലയമായി മാറുകയാണ്. എൻ്റെ ശ്രോതാക്കളോട് ഞാനൊരു കാര്യം ചോദിക്കാം. പുതിയ നിയമത്തിൽ സഭ എന്ന് പറയുമ്പോൾ എവിടെയാണ് സത്യത്തിൽ ഒരാലയം നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് കഴിയുന്നത്? ചിലർ പറയുന്നത് ഞങ്ങൾ പള്ളിയിൽ പോയി, ഞങ്ങളുടെ പള്ളി അവിടെയാണ്, ഞങ്ങൾ ആ സ്ഥലത്ത് ദൈവത്തെ കാണാൻ പോയി, ഈ സ്ഥലത്ത് ദൈവത്തെ കാണാൻ പോയി. അതൊക്കെ ഒരർത്ഥത്തിൽ ശരിയാണെങ്കിലും ഈ ഒരു പുതിയ നിയമ കാലഘട്ടത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് സ്ഥലത്താണ് ദൈവം വസിക്കുന്നത്? ദൈവത്തെ കാണുവാനായി കിലോമീറ്ററുകൾ യാത്ര ചെയ്തു പോകുന്നവരുണ്ട്. അവർ പോകട്ടെ, അവർ കാണട്ടെ, അവരുടെ പരിമിതമായ അറിവുകൾക്കുള്ളിൽ അവരത് ചെയ്യട്ടെ. പക്ഷെ വചനത്തിന്റെ അകത്തുനിന്ന് നമ്മൾ ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ആഴമായ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏത് കാലഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ ഒരു ആലയമുണ്ട്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ മോശയിലൂടെ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നവനായ ദൈവം സീനായി പർവ്വതത്തിന് മുകളിൽ ദൈവം മോശയ്ക്ക് ഒരു മാതൃക കാണിച്ചു കൊടുത്തു. ആ മാതൃക സ്വർഗത്തിലെ ആലയത്തിന്റെ മാതൃകയായിരുന്നു. അതെന്താണെന്ന് പിന്നീട് ഞാൻ വിശദമാക്കാം. അങ്ങനെ ദൈവം കാണിച്ചു കൊടുത്ത മാതൃക അനുസരിച്ച് സമാഗമന കൂടാരത്തെ മോശ പണിതു, അല്ലെങ്കിൽ മോശ ഉണ്ടാക്കി. അതിന്റെ നീളം, വീതി, അളവ് ദൈവം കാണിച്ചു കൊടുത്തതിനനുസരിച്ച് അണുവിട തെറ്റാതെയാണ് മോശ അത് പണിതുയർത്തിയത്, മോശ അത് ചമച്ചത്. വിശുദ്ധ സ്ഥലമെന്നും അതിവിശുദ്ധ സ്ഥലമെന്നും പ്രാകാരവും നോക്കി അതിനെ തിരിച്ച് സമാഗമന കൂടാരം പണിത് അതേ ഉയർത്തുകയും പിന്നീട് ദാവീദിന്റെ മകനായ ശലോമോന്റെ കാലത്തേക്ക് വരുമ്പോൾ യെരുശലേം ദേവാലയം എന്നുള്ള പേരിലേക്ക് അത് മനോഹരമായിട്ട് പണി കഴിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ പിന്നീട് ചരിത്രം പറയുന്നത് BC 597 95 ആ സമയത്ത് നെബൂഖദ്നേസർ രാജാവ് വന്ന് യെരുശലേം ദേവാലയം പൂർണ്ണമായി നശിപ്പിക്കുകയും ആലയത്തിലെ വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് ഷിനാറിൽ തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി.
BC 589 കോരശിന്റെ വിളംബര പ്രകാരം ഈ വസ്തുക്കളെല്ലാം, ഈ ആലയത്തിലെ ഉപകരണങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് സെരുബാബേലിന്റെ ഒക്കെ നേതൃത്വത്തിൽ അവർ ദേവാലയം പണി ആരംഭിക്കുകയും ദേവാലയം പണി ആരംഭിച്ചതിന് ശേഷം യഹൂദന്മാരുടെ അടുത്ത ദേവാലയം അവർ പണിതുയർത്തുകയും ചെയ്തു. പിന്നീട് വലിയ ഹേരോദാവ് എന്ന് പറയുന്ന ഹേരോദാവാണ് ഏകദേശം 46ഓളം വർഷങ്ങൾ കൊണ്ട് യെരുശലേം ദേവാലയം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി യേശുവിന്റെ കാലത്തിലേക്ക് വരുമ്പോൾ അതിമനോഹരമായ യെരുശലേം ദേവാലയം, ആ ദേവാലയം AD 70 തീത്തോസ് കൈസർ എന്ന് പറയുന്ന റോമൻ ഭരണാധികാരി അതിനെ തകർത്തുടച്ചു. ഇതാണ് ആലയത്തിന്റെ ചരിത്രം. പഴയ നിയമകാലങ്ങളിൽ ദൈവത്തെ ആരാധിക്കാനും ദൈവാരാധന നടത്തുവാനും പ്രത്യേകാൽ ദൈവം തെരഞ്ഞെടുത്തൊരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്ത് അവർ പോയി ദൈവം പറയുന്നതിനനുസരിച്ച് ആചാരങ്ങളും കർമ്മങ്ങളും ചെയ്യണമായിരുന്നു. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ ആരാധിക്കാനായി ഒരു പ്രത്യേക സ്ഥലമോ ഒരു പ്രത്യേക ഇടമോ ദൈവം വേർതിരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ എവിടെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടുന്നത്? വേദപുസ്തകം, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു. നാം മനസ്സിലാക്കുക, പുതിയ നിയമ കാലഘട്ടത്തിൽ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ ജീവിക്കുന്ന ദൈവമക്കൾ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരവും ആലയവുമാണ്. മനസ്സിലായോ? ഞാനും നിങ്ങളുമാണ് ദൈവത്തിന്റെ മന്ദിരം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ അത് വായിക്കുന്നത് ഇങ്ങനെയാണ്. 7-ാം അധ്യായത്തിന്റെ 38-39 വാക്യങ്ങൾ യേശു പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇത് തന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങളിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ അവിടെ ദൈവം സൃഷ്ടിക്കുവാനായിട്ട് പോകുന്ന പുതുവാന ഭൂമിയിൽ ആലയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും സിംഹാസനത്തിൽ നിന്ന് ഉത്ഭവിച്ച് അതേ പോകുന്ന ജീവജല നദി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജീവജല നദി, യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവജല നദി ഒഴുകും. ഈ ജീവജല നദി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നതാണ്. നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യതയാണല്ലോ നാം ചിന്തിക്കുന്നത്. ഇന്നലെ നാം സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ചു, മരുഭൂമിയെ ഉദ്യാനമാക്കുന്നത് ചിന്തിച്ചു. പിന്നീട് നമ്മൾ ചിന്തിക്കുകയുണ്ടായത് ഒരു വ്യക്തിയുടെ വീണ്ടും ജനനത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കാത്ത ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കത്തില്ലെന്ന് യേശു നിക്കോദിമോസിനോട് പറഞ്ഞ വാക്കുകൾ നമ്മൾ ചിന്തിച്ചു. മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആത്മാവിനാൽ വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തി പോലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കത്തില്ല. ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞ വാക്കുകളാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം എൻ്റെ ശ്രോതാക്കൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ അതൊന്ന് വായിച്ച് ധ്യാനിക്കുകയും ചെയ്താൽ നമുക്കത് മനസ്സിലാകും. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിനാലും വചനത്താലും നമ്മുടെ അനുസരണത്താലും അതേ നമ്മുടെ സമർപ്പിക്കപ്പെട്ട ജീവിതത്തിലൂടെ നാം അതേ ദൈവമക്കളായി തീരുമ്പോൾ പിന്നീട് സംഭവിക്കുന്നത് ആ വ്യക്തിയുടെ പൂർണ്ണമായ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. മനസ്സിലായോ? ആ വ്യക്തി ദൈവത്തിന്റെ ആലയമായി മാറുകയാണ്. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ആലയമില്ല, അക്ഷരാർത്ഥത്തിൽ ആലയമില്ല. പക്ഷെ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരമാണ്. അതിൻ്റെ അകത്തെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ്? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരു സംഘമായി അവർ കൂടിയിരുന്നു. 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഒരു സംഘം, ഏകദേശം 120 പേരുള്ള സംഘം. അവിടെ സഭയെന്നൊരു പ്രയോഗമില്ല, വെറും സംഘമാണ്. നമുക്കറിയാമല്ലോ, ഒരുപാട് സംഘങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടല്ലോ, രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംഘങ്ങൾ പോലും ഉണ്ടല്ലോ. അതുപോലെ വെറും ഒരു സംഘം മാത്രം. പക്ഷെ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത് സംഘം സഭയായി മാറി. 2-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, കർത്താവ് ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. എന്താണ് സംഭവിച്ചത്? സംഘം സഭയായി മാറിയത് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ നാളുകളിൽ നമ്മുടെ ജീവിതം പരിപൂർണമായും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് മുൻപോട്ട് പോകുവാനിടയായി തീരട്ടെ. ആത്മാവിനാലുള്ള ജനനം നമുക്ക് ആവശ്യമാണ്. ആത്മാവ് നടത്തുന്നത് നമുക്ക് ആവശ്യമാണ്. നാം ദൈവത്തിന്റെ മന്ദിരമാണ്. 2 വാക്യങ്ങൾ നമ്മൾ വായിച്ച് നമ്മുടെ ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് നമ്മൾ വായിച്ച വാക്യമാണ്, നിങ്ങൾ
ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിന്റെ മന്ദിരം ആകുന്നു നിങ്ങൾ. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമാണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ടാണ് ഒരു ക്രിസ്ത്യാനി എന്നുള്ള പദത്തിനേക്കാൾ നല്ലത് ഒരു ക്രിസ്തു ശിഷ്യനും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുന്ന ഒരുവനും പുകവലിക്കാത്തത്, മദ്യപിക്കാത്തത്, ആത്മഹത്യ കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാത്തത്. എൻ്റെയും നിങ്ങളുടെയും ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതിനോട് ചേർന്ന് ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാകും. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെ പാപത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാതെ, ജഡത്തിന്റെ അഭിലാഷങ്ങൾ സാധിക്കുവാൻ നമ്മുടെ അവയവങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാതെ, നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. അതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം എവിടെ നിൽക്കുന്നു എന്നറിയുകയില്ല. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ മന്ദിരം, നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. പുതിയ നിയമസഭ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള രക്ഷിക്കപ്പെട്ട് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന, ദൈവിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും ദൈവാശ്രയത്തിൽ മുൻപോട്ട് പോകുന്ന ദൈവകൽപ്പനകൾ അനുസരിച്ച വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ എന്ന് ദൈവം പദവി നൽകിയിരിക്കുന്നവർ ഒന്നിച്ചാരാധിക്കുന്ന ആരാധനയിടങ്ങൾ ദൈവസഭയുടെ ഭാഗമാണ്. സഭ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ചിലർ പറയുന്നത് ഞങ്ങളാണ് സഭ, ഞങ്ങളാണ് സഭ, ഞങ്ങളാണ് സഭ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വേദപുസ്തകത്തിൽ മനസ്സിലാകുന്നത് എന്താണെന്നറിയാമോ? സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ കൂട്ടം. ഓരോ വ്യക്തിയും യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരും അതേ ആദ്യജാതന്മാരെന്നുള്ള പദവിയിലേക്ക് എത്തപ്പെട്ടവരുമായി അതേ തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ സന്ദേശത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് നാം തിരിച്ചറിയുക. നമ്മുടെ അവയവങ്ങളെ പാപത്തിനായി സമർപ്പിക്കുകയല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുവാനും നയിക്കുവാനും നമ്മൾ അനുവാദം കൊടുക്കുക, അതിനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള ഒരു ജീവിതമാണെങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെടാതെ, പാപത്തിനടിമപ്പെടാതെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ നമുക്ക് എത്തുവാനായിട്ട് കഴിയും. നമുക്ക് സ്വയമായി പാപത്തെ ജയിക്കുവാനായിട്ട് കഴിയുകയില്ല. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. ഇത് പിന്നീട് നമുക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് മനസ്സിലാക്കുക, നാം ദൈവത്തിന്റെ മന്ദിരമാണ്. പഴയ നിയമകാലങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിന്റെ മുകളിൽ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന കെരൂബുകളുടെ ഇടയിൽ ഷെക്കൈന എന്ന് പറയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വസിച്ചു. മഹാപുരോഹിതന്മാർക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പ്രവേശനം അനുവദിക്കപ്പെട്ടിരുന്നുള്ളൂ. എന്നാൽ കൃപായുഗത്തിലേക്ക് വരുമ്പോൾ നാം ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ ദൈവ സാന്നിധ്യം വസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നമുക്ക് വിശുദ്ധമായി സൂക്ഷിക്കാം. ഇന്ന് കേരളത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നിങ്ങൾ കണ്ടില്ലേ? ഭാര്യമാരെ അടിച്ചു കൊല്ലുന്നു, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തള്ളുന്നു. ഹൃദയഭേദകമായ വാർത്തകൾ ദിനംതോറും കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം നമ്മളോട് പറയുക, നാം ദൈവത്തിന്റെ മന്ദിരമാണ്, നാം ദൈവത്തിന് വിശുദ്ധന്മാരാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും നിയന്ത്രിക്കട്ടെ, നമ്മുടെ ശരീരത്തെ വിശുദ്ധീകരിക്കട്ടെ. നമ്മളെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിഞ്ഞുകൊള്ളുക. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായാൽ നാം പാപം ചെയ്യാൻ മടിക്കും. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കൈകൾ, നമ്മുടെ അവയവങ്ങൾ പാപത്തിലേക്ക് നാം കൊണ്ടുപോകുന്നതിന് പകരം ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നാം നമ്മെ തന്നെ വിശുദ്ധമായി സൂക്ഷിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മിൽ തന്നെ ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ, നാം ദൈവത്തിന്റെ മന്ദിരവും ആലയവുമാണെന്നുള്ള തിരിച്ചറിവിൽ മുൻപോട്ട് പോകാം. ഈ ഒരു കാലം ദൈവം അങ്ങനെയാണെന്ന് ആക്കിയിരിക്കുന്നത്. തൻ്റെ പ്രമാണങ്ങളെ നമ്മുടെ ഉള്ളിലാക്കി നമ്മിലൂടെയാണ്. അതുകൊണ്ടാണ് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അവിടെ ഇറങ്ങി വരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവർ ദൈവത്തിന്റെ മന്ദിരമാണ്. അവിടെയാണ് ദൈവം ഇറങ്ങി വരുന്നത്. ദൈവത്തെ കാണാൻ, അന്വേഷിക്കാൻ കർമ്മങ്ങളുടെ ആവശ്യമില്ല, കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ടെന്ന ആവശ്യമില്ല, ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ തീർത്ഥയാത്രകൾ നടത്തേണ്ടെന്ന ആവശ്യമില്ല. കാരണം നാം ദൈവത്തിന്റെ മന്ദിരമാണ്. ഇതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ അറിയണമെന്നാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം.
കർത്താവേ, ഈ സന്ദേശം കേട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു ആ വിശുദ്ധിയിൽ, ആ ഭക്തിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ആ ഒരു വലിയ തിരിച്ചറിവിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണം. ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.